slovelyKitchen പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. സ്കിന്നും സീഡ്സും ഒക്കെ നമ്മൾ കളഞ്ഞിരിക്കുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 3 മുട്ടയും 1/2 കപ്പ് ഓയിലും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഡേറ്റ്സ് ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഇത് ചേർക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരും. നമ്മളിങ്ങനെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട നമുക്ക് ഈ ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർക്കാം. സിനമൺ പൗഡർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡേറ്റ്സും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കതും ഒന്ന് ബീറ്റ് ചെയ്യാം. ഡേറ്റ്സും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ബേക്കിംഗ് പൗഡർ കൂട്ടി ചേർത്ത് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൈദ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി അതും ഒരു അല്പനേരം ഒന്ന് ബീറ്റ് ചെയ്യാം. കാരണം നമ്മളിതിലേക്ക് ഡേറ്റ്സ് ഒക്കെ ചേർത്തത് കൊണ്ട് ചിലപ്പോൾ അത് നന്നായിട്ട് മൈദ ഇതിലേക്ക് മിക്സ് ആയില്ല എന്ന് വരും. അതുകൊണ്ടാണ് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ പുരട്ടിയ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ട്രേയിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. 45 മിനിറ്റ്സ് ആണ് ഞാനിത് വെച്ചിരുന്നത്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡേറ്റ്സ് കേക്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മളിതിലേക്ക് ഷുഗർ ചേർക്കുമ്പോൾ ഡേറ്റ്സിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ഷുഗർ ചേർക്കാനായിട്ട്. ചില ഡേറ്റ്സ് നല്ല മധുരം ഉള്ളതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഷുഗറിൻ്റെ അളവ് വ്യത്യാസം വരുത്തണം. ഈ ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് മാത്രം ഷുഗർ ചേർത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.